വീടും തകർന്ന് 6 വർഷമായി മുണ്ടേരി ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഷെഡുകളിൽ ദുരിത ജീവിതത്തിലായ ആദിവാസി കുടുംബങ്ങളെ കാണുവാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തി. കുത്തിയൊഴുകുന്ന ചാലിയാറിന് കുറുകെ മുളകൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിൽ കയറിയാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. കഴിഞ്ഞ മാസം ജനിച്ച കൈക്കുഞ്ഞും ഗർഭിണികളും വരെ പ്ലാസ്റ്റിക് ഷെഡിനകത്ത് കഴിയുന്നത് വേദനാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാലം പണി വേഗത്തിൽ പൂർത്തീകരിക്കണം. 6 വർഷമായിട്ടും പ്രളയ ദുരന്തത്തിനിരയായ നിലമ്പൂർ വനത്തിനുള്ളിലെ 300ഓളം ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ നടപടിയെടുക്കാത്തത് മനുഷ്യത്വരഹിതമാണ്. എന്നാൽ പ്രളയത്തിൽ തകർന്ന പാലവും വീടും 6 വർഷമായിട്ട് പുനർനിർമ്മിക്കുവാൻ കഴിയാത്തതാണ് ഇടത് സർക്കാരിന്റെ വികസന നേട്ടമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലമ്പൂർ ഉൾവനത്തിൽ പ്രളയ ദുരിതത്തിൽ നിന്നും മോചനമില്ലാത്ത ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പും നൽകി. രാജു തുരുത്തേൽ, ഉബൈദ് കാക്കീരി, KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, M വിൻസെന്റ് MLA, DCC പ്രസിഡന്റ് VS ജോയ്, UC രാമൻ, ഇസ്മായിൽ മുത്തേടം എന്നിവരും സന്നിഹിതരായിരുന്നു. 2018 പ്രളയത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള ഇരുമ്പുപാലവും വീടുകളും തകർന്നതോടെ വഴിക്കടവ് പഞ്ചായത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ കോളനിക്കാർ ഒറ്റപ്പെട്ടു. 2019 പ്രളയത്തിൽ കരിപ്പുഴ ഗതിമാറി ഒഴുകി. കരുളായി പഞ്ചായത്തിലെ വട്ടിക്കല്ല്, പുലിമുണ്ട കോളനിക്കാർക്കും വീടുകൾ തകർന്ന് ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ ഷെഡുകളിലാണ് താമസം. വാണിയമ്പുഴ ഉന്നതിയിലെ സുധ വാണിയമ്പുഴയും ആര്യാടൻ ഷൌക്കത്തും ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയതിനെ തുടർന്ന് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കുടിവെള്ള സൗകര്യവും ബയോ ടോയ്ലറ്റുകളും അടക്കം ചെറിയ സൗകര്യങ്ങളെങ്കിലും ലഭിച്ചത്. കഴിഞ്ഞകാല UDF സർക്കാരാണ് വനത്തിനുള്ളിൽ കഴിയുന്ന ഇവർക്ക് പാലവും റോഡും അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് വീടുകളും വൈദ്യുതിയും നൽകിയത്. SS Gold, pure gold. SS Group, Nilambur.